കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ കേരള NGO അസോസിയേഷനിലെ തമ്മിലടി തുടരുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞ് രണ്ടായി പിളർന്ന ഇരുവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള KPCC നേതൃത്വത്തിന്റെ നീക്കങ്ങളും ഫലം കണ്ടില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണം ഗ്രൂപ്പ് തിരിഞ്ഞ് നടത്താൻ ഒരുങ്ങുകയാണ് ഇരുവിഭാഗവും. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് NGO അസോസിയേഷൻ രണ്ടായി പിളർന്നത്. VD സതീശൻ പക്ഷവും K സുധാകരൻ പക്ഷവും വെവ്വേറെ കമ്മിറ്റികൾ ഉണ്ടാക്കി പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. VD സതീശൻ പക്ഷം പ്രസിഡന്റായി AM ജാഫർ ഖാനെയും ജനറൽ സെക്രട്ടറിയായി GS ഉമാശങ്കറിനെയും തെരഞ്ഞെടുത്തു. ചവറ ജയകുമാറും തോമസ് ഹെർബിറ്റുമാണ് സുധാകര പക്ഷ ഭാരവാഹികൾ. സംസ്ഥാന തലത്തിലുണ്ടായ പിളർപ്പിന് ശേഷം ഇരുവിഭാഗവും പരസ്പരം ജില്ലാ പ്രസിഡന്റുമാരെ പുറത്താക്കി പകരക്കാരെ നിശ്ചയിച്ചു. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിന് പിന്നാലെ ഇരുവിഭാഗത്തെയും ഒന്നിപ്പിക്കാൻ KPCC ശ്രമം തുടങ്ങിയിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇരുവിഭാഗത്തോടും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പരിപാടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും വിവിധ ജില്ലകളിൽ വിഭാഗീയമായി തന്നെയാണ് പരിപാടികൾ നടന്നുവരുന്നത്. കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തമ്മിലടിക്കുന്ന NGO അസോസിയേഷൻ നേതാക്കളെ പരസ്യമായി ശാസിച്ചിരുന്നു. NGO അസോസിയേഷൻ ജീവനക്കാർ ഇപ്പോൾ കരയാണ് പാവപ്പെട്ടത്. എങ്ങോട്ട് പോണവര് ഉണ്ടെന്നോ ഇല്ല. കേൾക്കാൻ തന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടല്ല നിങ്ങൾ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി. ഇത് പാർട്ടി എന്തൊരു മഹത്തരമായ പ്രസ്ഥാനമാണ് കേരള NGO അസോസിയേഷൻ. ഗോൾഡൻ ജൂബിലി വർഷത്തിൽ സംഘടനാ പ്രവർത്തനം നിശ്ചലമായ അവസ്ഥയിലാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം ഗ്രൂപ്പ് തിരിഞ്ഞ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുവിഭാഗവും. ചവറ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം K മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറുവിഭാഗം ബ്രാഞ്ച് തലങ്ങളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ പാടില്ലെന്ന KPCC നേതൃത്വത്തിന്റെ താക്കീതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് രണ്ട് വിഭാഗങ്ങളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. TV കുട്ടൻ, കോഴിക്കോട്.